നമ്മൾ പഴയ കാറുകളുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് അത് മുറിച്ചിടുന്നതാണ്. അല്ലെ പിന്നെ ക്വാളിറ്റി ഉള്ള നമ്മുടെ സ്പ്രിങ്ങുകൾ വാങ്ങിയിട്ട് അതാകുമ്പോൾ അടിപൊളിയായിരുന്നു സാധനം. അവിടെ കയറ്റി കൊടുക്കുക. 6 മാസം ഗ്യാരണ്ടി ഉണ്ടാവും. 6 മാസം ഗ്യാരണ്ടി ഉണ്ടാവും. അയച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലേബർ ചാർജ് വരും. അല്ലെങ്കിൽ പഴയ ഷോക്കപ്പ് ഊരിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഷോക്കപ്പ് നമുക്ക് കൊടുക്കും. ഓടി വന്നപ്പോഴേക്ക് അത് ഇരുന്ന് പോയി, പച്ചരിമ്പിൽ അടിക്കുന്ന പോലത്തെയാണ്. അപ്പൊ അതായത് തീരെ ക്വാളിറ്റി ഇല്ല. അപ്പൊ ആളുകൾ എന്താ വില, നിങ്ങളുടെ അടുത്ത് എന്താ എത്ര വില എന്ന് ചോദിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അവൻ്റെ ഈ ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന്. ഞാൻ വീണ്ടും നമ്മളെ ഒറ്റപ്പാലത്ത് നിന്നിട്ട് കേട്ടോ. ഒറ്റപ്പാലത്ത് നമ്മളെ വിനു സ്പ്രിങ്ങിന്റെ വിനോട്ടൻ്റെ അടുത്ത് വന്നിക്കാണ്. വന്നതിന് കാരണം വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തില്ല 2 ദിവസം മുമ്പേ, സത്യയുടെ വീഡിയോ. അപ്പം നല്ല അഭിപ്രായമാണ് സ്പ്രിങ്ങിന്, എല്ലാവർക്കും നല്ല അഭിപ്രായം വരുന്നത്. അപ്പോൾ ആ സ്പ്രിങ് നമ്മൾ കുറച്ചും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പം പുറം എന്തൊക്കെയാണ് നമ്മളെ സത്യേട്ടനോട് കൂടെ വിനോട്ടനാ ഇരിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. എല്ലാം എടുക്കാം. നമുക്ക് സ്പ്രിങ്ങിന്റെ കാര്യമൊക്കെ നമ്മളെ മൂപ്പർക്ക് സത്യേട്ടൻ ചോദിച്ച് മനസ്സിലാക്കാണ്ട് നമ്മളെ ചോദിച്ചിട്ട് ഒക്കെ ക്ലിയർ ആക്കി പറഞ്ഞു. നിങ്ങൾ ഈ ഇത് കണ്ടിട്ട് നമുക്ക് എന്താ തോന്നണേ? ഇതൊരു ലോകല്ലേ? എല്ലാ വണ്ടിയുടെ സ്പ്രിങ് ഉണ്ടല്ലോ. ബാലൻസ് സ്പ്രിങ് ഉണ്ട്, ബജാജ് CNG ഉണ്ട്, ആപ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വിനോട്ടം വരിക്കുണ്ട്. സ്പ്രിങ്ങുകൾ 2-3 ഐറ്റംസ് സത്യേട്ടന് വേണ്ടി എടുത്ത് വെച്ചിട്ടോ. എന്താ അഭിപ്രായം? സ്പ്രിങ് ഇവിടുന്ന് വാങ്ങിയിട്ട് എന്താണ് അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞാൽ 10 വണ്ടിക്ക് ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടുന്ന് വിനോട്ടൻ്റെ അടുത്ത് സ്പ്രിങ് വാങ്ങിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം. അപ്പൊ വീണ്ടും വീണ്ടും വന്ന് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ട്, ആ വീഡിയോ പറഞ്ഞാൽ 2 ദിവസം തന്നെ 1.5 ലക്ഷം ആളുകൾ കണ്ട് ഇവിടുന്ന് സ്പ്രിങ് വെച്ചിട്ട് പല സ്ഥലത്തുനിന്ന് എരുമേലി, നിലമ്പൂര്, മറ്റേ കണ്ണൂര്, തളിപ്പറമ്പ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഓർഡർ കിട്ടി. അപ്പൊ നമുക്കൊരു 10 സെറ്റ് സ്പ്രിങ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ വന്നത്. ഇതിന്റെ സ്പ്രിങ്ങിന്റെ ക്വാളിറ്റി അത്രയും നല്ലതാണ്. പക്ഷേ ഇതിന്റെ ആൾക്കാർ പറയാൻ നെഗറ്റീവ് അടിക്കാൻ എത്ര റേറ്റ് ഇല്ല. റേറ്റിന്റെ ആൾക്കാർ വിനോദോട് ചോദിച്ചാൽ ഇതിന്റെ ക്വാളിറ്റി ചെക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മള് സ്പ്രിങ് ഉണ്ടാക്കിയിട്ട് ഓരോ സ്പ്രിങ്ങുകളും പ്രസ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ സാധനം കൊണ്ടുവരുന്നത്. പ്രസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം അളവെടുക്കും, എന്നിട്ട് അതിനുശേഷം പ്രസ് ചെയ്തിട്ട് വീണ്ടും അളവെടുക്കും. 2 mm 3 mm കുറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് അപ്പം നമ്മൾ റിജക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സാധനം നമ്മൾ അത്രയും സൂക്ഷ്മതയോടുകൂടി ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഓരോ സ്പ്രിങ്ങും നമ്മൾ അത്രയും ടെസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ സൈഡിൽ കാണുന്ന ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ വീഡിയോ അടക്കം നമുക്ക് കൊടുക്കാം, ടെസ്റ്റിംഗ് വീഡിയോ അടക്കം കൊടുക്കാം. അത് നല്ല കമ്പനികളാണ് ഈ സാധനം ഉണ്ടാക്കി തരുന്നത്, ലോക്കൽ കമ്പനികളല്ല. ഇത് നമ്മൾ ഒറീസ ഞാൻ ഡയറക്റ്റ് പോയിട്ട് ഡയറക്റ്റ് പോയി ഇപ്പൊ സാധനം നമുക്ക് ഇങ്ങോട്ട് വരും. ഷോപ്പിൽ സാധനം എത്തും. ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ്. അതായത് ഒരുപാട് വലിയ കമ്പനികൾക്ക് സ്പ്രിങ് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയിലാണ് നമ്മൾ പോയിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് വരുന്നത്. പിന്നെ അത് വയറും കൊണ്ടാണ് അടിക്കുന്നത്, റാഡും കൊണ്ടല്ല. അത്രയും ക്വാളിറ്റിയാണ്. പിന്നെ അവരുടെ പ്രോസസ്സിംഗ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്പ്രിങ് ഉണ്ടാക്കുന്നതിന് ഇത്രയും പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. അടിപൊളി കമ്പനിയിൽ നിന്നാണ് സാധനം ഇപ്പോൾ കിട്ടുന്നത്. ഒരുപാട് അലഞ്ഞു, ഇന്ത്യ ഒട്ടാകെ നമ്മൾ അലഞ്ഞിട്ട് ഇപ്പോഴാണ് നല്ലൊരു കമ്പനിക്ക് എത്തിപ്പെട്ടത്. അടിപൊളി സ്പ്രിങ് ആണ്. നമുക്ക് തന്നെ ഇതിന് ക്രാക്ക്, അതായത് ഇതിന് ബ്രേക്കിംഗ് ഇല്ല സാധനം, അതായത് കട്ടാവുന്നില്ല സാധനം. ഒരു 1000 പീസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1-2 കട്ടാവുന്ന ഒരു കംപ്ലൈന്റ് അല്ല. 100 പീസ് ഉണ്ടാക്കിയിട്ട് 10-15 പീസ് കട്ടാവുന്നതാണ് കംപ്ലൈന്റ്. ഈ സ്പ്രിങ്ങുകൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ സാധനം കട്ടായി. ഇതൊക്കെ എന്താ സംഭവം? ഈ സ്പ്രിങ്ങുകളൊക്കെ അത് എന്താ റേറ്റ് കുറവുള്ളത്? ഇതെന്താന്ന് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കമ്പനികളിൽ നിന്നല്ലാതെ വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിൾ പീസ് അടിച്ചു നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വില കുറവാണ് ഈ സാധനം. പക്ഷെ ഇത് യാതൊരു ഗ്യാരണ്ടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. വണ്ടിയിൽ ഫിറ്റ് ചെയ്യുക, അതോടുകൂടി കാശ് മേടിച്ച് പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ വളരെ വില കുറവുള്ള സ്പ്രിങ്ങുകളാണ്. ഇതൊന്നും നമ്മൾ വണ്ടിക്കാർക്ക് ഇട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇതൊരു വണ്ടിക്ക് ഇട്ട് കൊടുക്കാം, ഇത് കറക്റ്റ് സ്പ്രിങ് ആയിട്ടുണ്ട്. ഓടി വന്നപ്പോഴേക്ക് അത് ഇരുന്ന് പോയി, പച്ചരിമ്പിൽ അടിക്കുന്ന പോലത്തെയാണ്. അപ്പൊ അതായത് തീരെ ക്വാളിറ്റി ഇല്ല. അപ്പൊ ആളുകൾ എന്താ വില, നിങ്ങളുടെ അടുത്ത് എന്താ എത്ര വില എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സാധനം സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സ്പ്രിങ്ങുകളാണ്. ഡൽഹി സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതാണ് ഈ സാധനം. ഇത് നമ്മളും അടിച്ചു കൊടുന്ന് വെച്ച് തന്നെയാണ്. ചെറിയ വിലക്കാണ് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പകുതി വിലക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും അതിന് പ്രോത്സാഹിപ്പിക്കില്ല. ഇത് ഷോപ്പ് തുടങ്ങുന്ന കാലത്ത് കൊടുന്നു വെച്ച സാധനം. ഞാനൊരു വണ്ടിക്കാർക്ക് ഇതിട്ട് കൊടുക്കുന്നില്ല. വെറുതെ ചെയ്തു തരാന്ന് പറഞ്ഞാലും അവർ വെറുതെ സ്പ്രിങ് നമുക്ക് എത്ര വില മേക്ക് തരാന്ന് പറഞ്ഞാലും വണ്ടിക്കാർക്ക് ഇതിട്ട് കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടും. ഇതാണ് ഇതിന്റെ ഇത് ഫിറ്റ് ചെയ്തതിന്റെ ഇതാണ് അവസ്ഥയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്പ്രിങ് കറക്റ്റ് ആയിട്ട് ഇത് ഇരുന്ന് പോയി. ഇതാണ് ലോക്കൽ സ്പ്രിങ്ങുകളുടെ അവസ്ഥ. അതിലും ഭേദം നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പഴയ വണ്ടികളുടെ സാധനം മുറിച്ചിടുന്നത് നല്ലത്, ഏറ്റവും നല്ലതാണ്. ഈ സാധനം ഇടുന്നതിനേക്കാൾ നല്ലത്. ഇതിൽ പെയിന്റിങ്ങും കാര്യങ്ങളും ഉണ്ടെന്നുള്ളൂ, പക്ഷെ ഒരിക്കലും ക്വാളിറ്റി ഇല്ല. അതിന് നല്ലത് നമ്മൾ പഴയ കാറുകളുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് അത് മുറിച്ചിടുന്നതാണ്. അല്ലെ പിന്നെ ക്വാളിറ്റി ഉള്ള നമ്മുടെ സ്പ്രിങ്ങുകൾ വാങ്ങി. അതാകുമ്പോൾ അതെ, വെള്ളിമൂങ്ങയുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നമ്മൾ ആൾട്ടർ ചെയ്യാണ്. കമ്പനി വരുന്ന ഷോക്ക് റീകണ്ടീഷൻ ചെയ്യല്ല. ഇത് നമ്മൾ പഴയതിന്റെ എടുത്തിട്ട് പുതിയത് നമ്മൾ മാരുതിയുടെ ടൈപ്പ് ആൾട്ടർ ചെയ്തിട്ട് ഇതിലേക്ക് കയറ്റി. അതിന്റെ വീഡിയോ ചെയ്യാം, കാണിച്ചു തരാം. അപ്പോഴേ ഇത് നമ്മുടെ വെള്ളിമൂങ്ങന്റെ ഷോക്കപ്പും സ്പ്രിങ് കേട്ടോ. കുറെ ആൾക്കാരെ ചോദിക്കണേ വെള്ളിമൂങ്ങന്റെ ചെയ്യണ്ടോന്ന്. ഇവിടെ വെള്ളിമൂങ്ങന്റെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സാധനങ്ങൾ അപ്പൊ വിനോദ നമുക്ക് പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ അതിന്റെ ചെയ്യണമെന്ന് ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഒന്ന് വിനോദാന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് നമ്മളിപ്പോ സെറ്റിംഗ് കഴിഞ്ഞ സാധനമാണ് വെള്ളിമൂങ്ങക്ക് ഫ്രണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്.
ഇത് മാരുതി ഷോക്കപ്പാ ശരിക്കും. മാരുതി ഷോക്കപ്പാണ് ഇത് ഫുള്ള് വരുന്നത്. മാരുതിയുടെ ഒരു ടൈപ്പ് മാരുതിയാണ്. ഈ അടിഭാഗം മാത്രമാണ് നമുക്ക് വെള്ളിമൂടെ ഫിറ്റിംഗ്സ് വരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് മാരുതി ടൈപ്പാ. മാരുതിയുടെ നമ്മൾ ആൾട്ടർ ചെയ്ത് വെക്കുന്നത്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വീണ്ടും ത്രെഡാണ്. ഇത് നമുക്ക് അഴിച്ച് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഭാവിയിൽ ഇത് കംപ്ലൈന്റ് വരുവാണെങ്കിലും ഇത് ഭാവിയിൽ അഴിച്ച് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. അതെ, ഇതാണ് അതിന്റെ. അതെ, ഇതിങ്ങനെ അഴിച്ച് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. അതായത് വെളിമുക്ക് കമ്പനി വരുന്ന ഷോക്കപ്പ് ഇവിടെ മടക്കിയിട്ടുണ്ടാവുക. ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീകണ്ടീഷൻ ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഷോക്കപ്പ് റീകണ്ടീഷൻ ചെയ്യുന്ന കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്ത് കേസ് മാത്രമാണ്. ഇത് ഫുൾ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അതാണ് നമുക്ക് ഇതിന്റെ സ്പ്രിങ്ങിന്റെ സെറ്റിംഗ് കൂടിയും കാണിച്ചു തരാം. ബോക്സ് ഇത് ഫ്രണ്ടിലേക്കാണ്ട് കയറ്റിയാൽ മതി. പഴയത് റിമൂവ് ചെയ്യുക. ഈ സാധനം നമ്മൾ സെറ്റ് ചെയ്യുന്ന സാധനം അവിടെ കയറ്റി കൊടുക്കുക. 6 മാസം ഗ്യാരണ്ടി ഉണ്ടാവും. 6 മാസം ഗ്യാരണ്ടി ഉണ്ടാവും. അയച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലേബർ ചാർജ് വരും. അല്ലെങ്കിൽ പഴയ ഷോക്കപ്പ് ഊരിയിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഷോക്കപ്പ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ കാറിന്റെ സുഖമായി. ഒറിജിനൽ മാരുതി സാധനമാണ്. മാരുതി സാധനം നമ്മൾ വെള്ളിമൂക്കി ആൾട്ടർ ചെയ്യാം. സൂപ്പർ വർക്കിംഗ് ആണ്. അടിപൊളി വർക്കിംഗ്. റീകണ്ടീഷൻ ചെയ്യാം. ഭാവിയിൽ നമുക്ക് എവിടെ കൊണ്ടുപോയി റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഷോക്കപ്പ് റീകണ്ടീഷൻ ചെയ്യുന്ന കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് റീകണ്ടീഷൻ ചെയ്യാൻ പറ്റും. ഇല്ല, ഇത് ഫ്രണ്ട് സൈഡ് ആണ് 2 ബാക്ക് സൈഡ് നമ്മൾ വേറെ ടൈപ്പാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലത്തെയാണ് മെയിൻ ആയിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ടോ. ബാക്ക് നമുക്ക് വാങ്ങിയിടാൻ ചെറിയ പൈസ വരുന്നുള്ളൂ. പക്ഷെ ഫ്രണ്ട് ഷോക്കപ്പിന് അത്യാവശ്യം നല്ല പൈസ വരുന്നുണ്ട്. റീകണ്ടീഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീക്കാകുമ്പോൾ പുതിയത് വാങ്ങാം. വീക്കായി കഴിഞ്ഞാൽ ഒഴിവാക്കുക, പിന്നെയും പുതിയത് വാങ്ങാം. ഇതാവും ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് റീകണ്ടീഷൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഷോക്കപ്പ് മാരുതിയുടെയാണ്, ആൾട്ടർ ചെയ്യാണ്. നമ്മുടെ ഒരു ഐഡിയ കൂടെയാണ് ചെയ്തത്. ലൈറ്റ് വർക്കൊക്കെ ഉണ്ട്. വിളിച്ച് പറഞ്ഞിട്ട് വരണം. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം. ആവശ്യം വിളിക്കുക. അതെ, പഴയ ഷോക്കപ്പ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 2 ഷോക്കപ്പ് കൊടുക്കാം. അല്ല, വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ അത് അഴിച്ച് ഫിറ്റ് ചെയ്യുന്ന ലേബറും കൂടി. അപ്പൊ ഞങ്ങള് സ്പ്രിങ് എടുത്തിട്ടോ ഒരു 10 സെറ്റ് കൂടെ വിനാടിന്റെ അടുത്ത് സാധനം എടുത്തിന്. അപ്പൊ ഇനി 12 സെറ്റ് സാധനം. അപ്പം ആർക്കെങ്കിലും സ്പ്രിങ് ആവശ്യം ഉണ്ടെങ്കിൽ വിനാട്ട കൊറിയർ ചെയ്ത് തരും. അതെ, ഞങ്ങളുടെ നാട്ടിലുള്ള കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർ അവിടെ വന്നോളി. ഈ ഭാഗത്ത് പിന്നെ ഞങ്ങൾക്ക് സ്പ്രിങ് ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്പർ നമ്പറിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്പറിൽ വിളിക്കുക. ഇതിനായിട്ട് കൊറിയർ ചെയ്ത് തരും. ഇവിടെ നേരിട്ട് വന്ന് എടുക്കാൻ പറ്റില്ല, നേരിട്ട് വന്ന് എടുക്കാം, നേരിട്ട് ചെയ്യാം. അല്ലേ? ഓക്കെ, വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ വണ്ടി കൊണ്ട് വരാം. എങ്ങനെ വേണമെങ്കിൽ നമ്മൾ റെഡിയാണ്. വിളിക്കാം, കോൺടാക്ട് ചെയ്യാം ഫസ്റ്റ്.